ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ്, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഗാഠത കൂട്ടുന്ന സംവിധാനം. നമുക്കറിയാം, സസ്തനികൾക്ക് ഗാഠത കൂടിയ മൂത്രം ഉത്പാദിപ്പിക്കാൻ കഴിവുണ്ട്. പ്രാരംഭത്തിൽ ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനേക്കാൾ ഏതാണ്ട് 4 മടങ്ങ് ഗാഠത കൂടിയ മൂത്രം ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗാഠത കൂടിയ മൂത്രം ഉത്പാദിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേതാണ് ആന്തരിക മിഡിലറി ഇൻഡസ്ട്രീഷ്യത്തിലെ ഉയർന്ന പ്രതിവ്യാപനം അഥവാ ഓസ്മോലാറ്റ് എന്നൊക്കെ പറയാം. രണ്ടാമത് ഹെൻലി വലയത്തിലും വാസാറക്റ്റയിലും കാണുന്ന വിരുദ്ധ പ്രവാഹം, കൗണ്ടർ കറന്റ്. ആദ്യത്തെ നമുക്ക് നോക്കാം. ആന്തരിക മിഡിലറി ഇൻഡസ്ട്രീഷ്യത്തിലെ ഉയർന്ന പ്രതിവ്യാപനം, അതായത് ഓസ്മോലാറ്റ്. അത് നമ്മൾ എന്താണ് ഈ മിഡിലറി ഇൻഡസ്ട്രീഷ്യം എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ റീനൽ മെഡുല്ലയിലെ ഹെല്ലി വലയത്തിന് ചുറ്റുമുള്ള ടിഷ്യൂവിനെയാണ് മിഡിലറി ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം തന്നെയാണ്. ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ, ഇത് PCT, proximal convoluted tube, Henle's loop, then distal convoluted tube, ഇത് collecting vessel. ഹെൻലി ലൂപ്പിന് ചുറ്റുമുള്ള ഏരിയ ഇതല്ലേ, ഇതൊക്കെ ചുറ്റുമുള്ള ഭാഗമാണ്. ഇതിനെ നമുക്ക് എന്താ പറയാം, മെഡുലറി ഇൻഡസ്ട്രീഷ്യം പറയാം. ഇത് കോർട്ടിക്കൽ റീജിയൻ ആണ് അല്ലേ, ഇത് മെഡുലാർ റീജിയൻ ആണ്. ഇവിടെ ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഓസ്മോലാറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓസ്മോലാറ്റ് ഒന്നുമല്ല, ഇറ്റ്സ് എ മെഷർ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ സോക്കറ്റ്. ഒരു ജാറിൽ വെള്ളം അരിക്കുക, അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കലക്കുക, അപ്പൊ അതിന്റെ ഓസ്മോലാറ്റ് കൂടി എന്ന് പറയും അല്ലേ. അപ്പൊ ഓസ്മോലാറ്റ് സിംപ്ലി എ മെഷർ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ സോൾവെന്റ്. അപ്പൊ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് ഉയർന്ന പ്രതിവ്യാപനം ഓസ്മോലാറ്റിയാണ് ഉള്ളത്. അപ്പൊ റീനൽ കോർട്ടക്സിൽ നിന്നും, റീനൽ കോർട്ടിക്കൽ റീജിയൻ ഇതാണ്, റീനൽ കോർട്ടക്സിൽ നിന്നും റീനൽ മെഡുല്ലയിലേക്ക് വരുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷന്റെ ഒരു ഗ്രേഡിയന്റ് തന്നെ നമുക്ക് കാണാം. ഇങ്ങനെ കൂടി വരും. അതിപ്പോ ഉദാഹരണമായിട്ട് ഇവിടെ നോക്കിയേ, ഇത് കോർട്ടക്സ് റീനൽ കോർട്ടക്സ്. ഇത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ അല്ലേ. മെഡുല്ലയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ബാഹ്യമെഡുല്ല നോക്കാം. ബാഹ്യമെഡുല്ല അവിടെ ഏതാണ്ട് 600 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ മെഡുല്ലയിലേക്ക് വരുന്ന ആദ്യത്തെ ആ ഭാഗം ബാഹ്യമെഡുല്ല, അതായത് ഔട്ടർ മെഡുല്ല. വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുമ്പോൾ എന്താണ്, അതായത് ഇന്നർ മെഡുല്ലയിലേക്ക്, ആന്തര മെഡുല്ലയിലേക്ക് വരുമ്പോൾ 900 മില്ലി ഓബ്സർവ് കാണാമല്ലോ. ഇതാണ് 900. വീണ്ടും ഇന്നർ മോസ്റ്റ് മെഡുല്ലയിലേക്ക് ഇങ്ങറ്റം വരുമ്പോൾ എന്താണ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആയി. അങ്ങനെ ഒരു ഗ്രേഡിയന്റ് തന്നെ വരാം കോർട്ടക്സിൽ നിന്നോട്ട് അല്ലേ. ഇതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം ആയി, ഗ്രേഡിയന്റ് നമ്മൾ ശ്രദ്ധിക്കും. ഇനി ഏതാണ് ആ സൊല്യൂട്ട്? ഇവിടെ സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് ഗാഠത കൂട്ടുന്നതിന് സഹായിക്കുന്നത്. മറക്കരുത്. അപ്പോൾ ഗാഠത കൂട്ടുന്നതിന് ഏതെല്ലാം സൊല്യൂട്ട്? സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ്. അപ്പൊ അതിന് മുമ്പ് 1-2 കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ഡയഗ്രാം നോക്കാം. ഇവിടെ നോക്കാം. ഹെല്ലി വലയത്തിന്റെ 2 അംഗങ്ങളിലൂടെ ഉണ്ടാകും, അതായത് ലിംസിലൂടെ ഉള്ള അവക്ഷിപ്തത്തിന്റെ, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ പ്രവാഹം വിപരീത ദിശയിലാണ്. അതുകൊണ്ട് ഒരു വിരുദ്ധ പ്രവാഹം തന്നെ അവിടെ കാണാം, കൗണ്ടർ കറന്റ്. ഇവിടെ നോക്കാം, ഇതാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്, ഹെൻലീസ് ലൂപ്പ്, യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് ഓപ്പണിംഗ് ടു ദ കളക്ടിങ് വെസൽ. അതിനോടൊപ്പം അതിന് പാരലായിട്ട് വാസാറക്റ്റ ഉണ്ടല്ലേ, അത് നമുക്ക് രണ്ടാമത് പറയാം, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇവിടെ ആദ്യം ഈ ഹെൻലി വലയം നോക്കാം. ഹെൻലി വലയത്തിന്റെ അവരോഹണാംഗമാണ് ഇത്.
അല്ലെ, അവരോഹണാങ്കം. അപ്പൊ ഇവിടെ അവരോഹണാങ്കത്തിലൂടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് ഹൈപ്പർ ടോണിക് ആകും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് ഈ അവരോഹണാങ്കം ഒരു താരതമ്യേന തിന്നാണ്, ഇവിടെ തിന്നാണ്, പക്ഷെ ഇവിടെ അല്പം തിക്കായി പോയതാണ്. അത് പക്ഷെ എൻസൈറ്റിൽ തന്നെ വേറൊരു ഡയഗ്രാം ഉണ്ട്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ അവരോഹണാങ്കം, അതായത് അവരോഹണാങ്കം എന്ന് പറയുന്നത് എന്താണ്? ഡിസെൻഡിങ് ലൂപ്പ്. അവരോഹണാങ്കം താരതമ്യേന തിന്നാണ്. അതിലൂടെ തിൻ അവരോഹണാങ്കത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരും. അപ്പൊ എന്താകും? നാച്ചുറലി അവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഹൈപ്പർ ടോണിക് ആകും. ഇനി ഇതാണ് അസെൻഡിങ് അല്ലേ, അസെൻഡിങ്, അത് ആരോഹണാങ്കം. ആരോഹണാങ്കം അപ്പം കട്ടി കൂടിയതാണ്, പക്ഷെ അതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ തിന്നായിട്ട് കിട്ടും. അപ്പൊ പൊതുവെ കട്ടി കൂടിയതാണ്. അത് ഇറ്റ് ഈസ് നോട്ട് പെർമിബിൾ ടു വാട്ടർ. പകരം സോഡിയം ക്ലോറൈഡ് പുറത്തു വരും. മറക്കല്ലേ, ആ സോഡിയം ക്ലോറൈഡ് എങ്ങോട്ട് കൈമാറ്റം ചെയ്യുമെന്നല്ല ഞാൻ പറയും, രണ്ടത് പറയും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരോഹണാങ്കത്തിന്റെയും ആരോഹണാങ്കത്തിന്റെയും പ്രത്യേകത മനസ്സിലായി. ഇവിടെ ഒരു കൗണ്ടർ കറന്റ് ആയിട്ടുള്ള ഒരു ഒഴുക്കാണ് അതല്ലേ. അവരോഹണാങ്കത്തില് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കീഴോട്ട് പോകുന്നു, ദെൻ ആരോഹണാങ്കത്തില് മുകളിലോട്ട് പോകുന്നു. പിന്നെ അതിന്റെ പെർമിബിലിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇവിടെ ആരോഹണാങ്കത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ മനസ്സിലാക്കി. അവരോഹണാങ്കത്ത് ജലം പുറത്തു വരുന്നില്ല, ഇനി പകരം സോഡിയം ക്ലോറൈഡ് പുറത്തു വരുന്നു. ഓക്കെ, അപ്പൊ കട്ടി കുറഞ്ഞ ഖനീവലയത്തിന്റെ അവരോഹണാങ്കത്തിലൂടെ ജലം പുറത്തേക്ക് വരുന്നതിനാൽ ഇതിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഹൈപ്പർടോണിക് ആണ്. കട്ടി കുറഞ്ഞ ഖനീവലയത്തിന്റെ അവരോഹണം. എന്നാൽ ഖനീവലയത്തിന്റെ ആരോഹണാങ്കത്തിന്റെ ആരംഭ ഭാഗം മാത്രമാണ് കട്ടി കുറഞ്ഞ. ആരംഭ ഭാഗം കുറച്ച് കട്ടി കുറഞ്ഞതുണ്ട് കേട്ടോ. എന്നാൽ കട്ടി കൂടിയ മുകൾ ഭാഗത്തു നിന്ന് ജലം പുറത്തേക്ക് വരില്ല, പകരം സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് വരും. അതിനാൽ ആരോഹണാങ്കത്തിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഹൈപ്പോട്ടോണിക് ആണ്. ഇനി നമുക്ക് അടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കാം. അവസാനം ശേഖരണ നാളി, കളക്ടിങ് ഡക്റ്റ് ഉണ്ടല്ലോ, അതിലൂടെ പോകുമ്പോൾ ജലം പുറത്തേക്ക് വരും, അത് ഞാൻ പറയാം. അങ്ങനെ പിന്നെ യൂറിൻ അവസാനം ഹൈപ്പർടോണിക് ആകും. കാരണം ഇവിടെ വന്നപ്പോൾ ഹൈപ്പോട്ടോണിക് ആണല്ലോ, വീണ്ടും അത് ഹൈപ്പർടോണിക് ആകും. അത് അതിൽ ഞാൻ പറയാം. ഇവിടെ ഞാനിപ്പോൾ തന്നെ കാണിച്ചത് നോക്കിയേ, ഇതാണല്ലോ കളക്ടിങ് ഡക്റ്റ്. അതിലൊന്നും ജലം പുറത്തേക്ക് വരുന്നുണ്ടോ? അപ്പൊ ആ ജലം ഇങ്ങോട്ട് പുറത്തേക്ക് വരാനുള്ള കാരണമെല്ലാം എന്താ? മെയിനായിട്ട് ഈ കൗണ്ടർ കറന്റ് സിസ്റ്റം, പിന്നെ ഈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇവിടെ കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. ഇൻഡസ്ട്രിയിൽ അപ്പൊ ശേഖരണ നാളിയിൽ നിന്ന് ജലം പുറത്തേക്ക് വരുന്നത് വഴി പിന്നെ യൂറിൻ അവസാനം എന്താ? ഹൈപ്പർടോണിക്. മഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലെ ഗാഠതാ വ്യത്യാസം പരിപാലിക്കുന്നത് നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. അതിലാണ് നമുക്ക് വാസാറക്റ്റിയുടെ റോളും കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോ ജലം കളക്ടിങ് ഡക്റ്റിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ, അതുപോലെ ഇവിടെ ഡിസെൻഡിങ്ങിൽ ഇപ്പോൾ ഹെല്ലി ലോക്കിൽ നിന്ന് ജലം പുറത്തോട്ട് വരണമെങ്കിലും ഒക്കെ മെയിൻ കാര്യം എന്താണ്? ഈ കൗണ്ടർ കറന്റ് സിസ്റ്റവും അതുപോലെ ഇതാ ലിറ്റിൽ യൂറിയ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതിലേക്ക് ഞാൻ പിന്നെ വരാം കേട്ടോ. ഇപ്പൊ വാസറക്റ്റയുടെ രണ്ട് ഭാഗങ്ങളിലൂടെ രക്തത്തിന്റെ ഒഴുക്കും വിരുദ്ധ പ്രവാഹ രീതിയിലാണ് ഹെല്ലി ലൂപ്പിലുള്ളത് പോലെ. ഇവിടെ വാസറക്റ്റ ഇങ്ങോട്ട് മാറ്റി കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അത് ആക്ച്വലി കാണുന്ന ഇവിടെയല്ലേ, പക്ഷെ അത് അതിന്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വാസറക്റ്റയുടെ രണ്ട് ഭാഗങ്ങളിലൂടെയുള്ള ഞാൻ മറ്റൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ വാസറക്റ്റ എന്താണെന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല, മറ്റൊരു ക്ലാസ്സിൽ ഞാൻ നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഒന്ന് മനസ്സിലാക്കുക. ഇതാണല്ലോ പെരിട്യൂബുലർ കാപ്പിലറീസ്. പെരിട്യൂബുലർ, ഇപ്പോൾ ഹാർട്ടിന്റെ പുറത്തുള്ള പെരികാർഡിയം എന്നെല്ലാം പറയുന്നത്. ഇവിടെ ഹെല്ലി ലൂപ്പിന് കിഡ്നി ട്യൂബ്യൂളിന് പുറത്തായിട്ട് കാണുന്നു അല്ലെ, പെരിട്യൂബുലർ കാപ്പിലറി. ഈ പെരിട്യൂബുലർ കാപ്പിലറി കണ്ടോ വരുന്നത്? ആ പെരിട്യൂബുലർ കാപ്പിലറി അതില്
ഇതാ ചില കാപ്പിലറി ഇങ്ങനെ ഹെൻലി ലൂപ്പിന് പാരലായിട്ട് ഒരു യു ഷേപ്പ് പോലെ വരും തന്നല്ലോ. അതാണ് എന്താ വാസാറക്ട. അപ്പൊ വാസാറക്ടയ്ക്കും ഇപ്പൊ 2 ലിംബുണ്ട്. വാസാറക്ടയുടെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ അസെൻഡിങ് ലിംബ് ഇതാ. അത് തന്നെ ഒരു കൗണ്ടർ കറന്റ് ആണല്ലേ. അപ്പൊ ഹെൻലി വല വാസാറക്ടയുടെ 2 ഭാഗങ്ങളിലൂടെ ഉള്ള രക്തത്തിന്റെ ഒഴുക്കും വിരുദ്ധ പ്രവാഹ രീതിയിലാണ് കൗണ്ടർ കറന്റ്. ഹെൻലി വലയും വാസാറക്ടയും തമ്മിലുള്ള സാമീപ്യം നോക്കി, അതുപോലെ അവയിലെ വിരുദ്ധ പ്രവാഹവും ആന്തരിക. അപ്പൊ ഇത് രണ്ടും മെയിൻ ആയിട്ട് എന്ത് പിന്നെ കോൺട്രിബ്യൂട്ട് ആന്തരിക മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് ഉയർന്ന പ്രതിവ്യാപനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതൊന്നും കൂടെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ ബ്ലഡ് വാസാറക്ടയുടെ ഡിസെൻഡിങ് ലിംബ് ഇതാണ് മനസ്സിലാക്കുക, വാസാറക്ടയുടെ. എന്നാൽ ഹെൻലി ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ് ഇതുമാണ്. അപ്പൊ ഇവിടെ വാസാറക്ടയുടെ ഈ ലിംബിലൂടെ രക്തം ഇങ്ങനെ പോവുകയാണ്. ഇതെന്നിട്ട് അസെൻഡിങ് ലിംബിലൂടെ ഇങ്ങനെ വരും. വളരെ ശ്രദ്ധിച്ചേക്കണേ, അത് ഞാൻ പറയാം. അതായത് ഇവിടെ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലി ലൂപ്പ്, അതിൽ നിന്നും സോഡിയം ക്ലോറൈഡ് പുറത്തു വരും. സോഡിയം ക്ലോറൈഡ് പുറത്തു വരും, വെള്ളം പുറത്തു വരത്തില്ല. ഈ സോഡിയം ക്ലോറൈഡ് ആരുമായിട്ട് കൈമാറ്റം ചെയ്യുന്ന അറിയാമോ? ഇതിന്റെ വാസാറക്ടയുടെ ഡിസെൻഡിങ് ലിംബിലോട്ട് അങ്ങ് കൊടുക്കും. ഒന്നുകൂടെ, സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്നു. അത് ആര് പിടിക്കും? ഡിസെൻഡിങ് ലിംബോ വാസാറക്ട. അപ്പൊ ആ ഡിസെൻഡിങ് ലിംബോ വാസാറക്ടയിലൂടെ സോഡിയം ക്ലോറൈഡ് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വരുമ്പോൾ അതങ്ങ് പുറത്തു വിട്ടു. അപ്പോ അസെൻഡിങ് ലിംബോ വാസാറക്ടയിൽ നിന്നും സോഡിയം ക്ലോറൈഡ് പുറത്തു പോകാം. അപ്പൊ പുറത്തു വന്ന് ഇവിടെ എന്ത് ചെയ്യും? എവിടേക്കാണോ സോഡിയം ക്ലോറൈഡ് ഒക്കെ കുറവുള്ളത്, എവിടെയാണോ ഹോസ്പിറ്റലായിട്ട് കുറവ്, അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരത്തില്ല, ഇവിടെയെല്ലാം പോരില്ല സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ അതെങ്ങനെയാണ് ഇവിടെ എല്ലാം മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തില് മെഡുലറി ഇൻഡസ്ട്രിയത്തിൽ വന്നു നമ്മൾ കണ്ടു. സോ മെഡുലറി ഇൻഡസ്ട്രിയത്തിൽ സോഡിയം ക്ലോറൈഡ് വഴി ഗാഢത കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ. ഇനി യൂറിയയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇതോടൊപ്പം മറ്റേ ഡയഗ്രം ഇതാ നോക്കി, കളക്ടിങ് ഡക്റ്റിലൂടെ യൂറിയ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് അരിച്ച് വിടുകയാണ്. ഒരാളെന്ന് ലിറ്റിൽ യൂറിയ ഇതിൽ നിന്ന് ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഗാഢത കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും? ഇതാണ് ഹെൻലി ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് തെക്കിനെസ് കൂടിയതാണേ. പക്ഷെ അതിന്റെ ബിഗിനിങ് മാത്രം അല്പം തിന്നേരിയ ഉണ്ട്. ആ തിന്നേരിയയിലൂടെ ഈ യൂറിയ വീണ്ടും ഇതിനകത്ത് കയറും. പക്ഷെ എന്തിനാണ് കളക്ടിങ് ഡക്റ്റിൽ നിന്ന് കുറച്ച് യൂറിയ ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നത്? ഇവിടെ ഗാഢത കൂട്ടാൻ വേണ്ടിയാണ്. കുറച്ച് യൂറിയ ഇവിടെ എല്ലാം വ്യാപിക്കും. എന്നിട്ട് ആ സെയിം യൂറിയ ഇതിലൂടെ ഇവിടെ കൂടെയാ എല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. അതെ, ഇപ്പൊ NCERT ബുക്കിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. കുറച്ച് കൂടുതൽ കാര്യം മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ യൂറിയ ശരിക്കും വീണ്ടും ഇപ്പൊ ഇവിടെ വന്ന് തിരിച്ചങ്ങ് പോയിക്കുള്ളൂ കേട്ടോ. അപ്പോ ഇതാണ് നമുക്ക് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഇതോടൊപ്പം ശേഖരനാളിയിൽ നിന്നും കുറച്ച് യൂറിയ എന്ത് ചെയ്തു? മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. എന്നാൽ പിന്നീട് എന്ത് ചെയ്യും? ഈ യൂറിയ ഹെൻലി വലയത്തിന്റെ ആരോഹണാംഗത്തിന്റെ കനം കുറഞ്ഞ ഭാഗം വഴി ഗ്ലോമറുലത്തിലേക്ക് പ്രവേശിക്കുകയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് തിക്കാണ് അല്ലെ. എന്നാൽ ബിഗിനിങ്ങിൽ മാത്രം തെറ്റിപ്പോകരുത്. അപ്പൊ പൊതുവെ അത് കട്ടിക്കൂടിയതാണ്. അതുകൊണ്ടാണ് വെള്ളമൊന്നും പുറത്തോട്ട് വരാത്തത് അല്ലെ. എല്ലാവർക്കും അത് കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ പറയാറുണ്ട്, അറിയാമല്ലോ. പ്രാക്ടീസ് ടെസ്റ്റിലും മോക്ക് ടെസ്റ്റിലും എല്ലാം തന്നുള്ള. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ തറവാക്കാൻ വേണ്ടി ഞാൻ 1-2 ക്വസ്റ്റ്യൻ തരാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന: ഹെൻലി വലയത്തിന്റെ അവരോഹണാംഗത്തിൽ ഗാഢത കൂടിയ അവക്ഷിപ്തമാണ് കാണുന്നത്. ഡിസെൻഡിങ് ലിംബില് ഗാഢത കൂടിയ, കറക്റ്റ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഹെൻലി വലയത്തിന്റെ ആരോഹണാംഗത്തിൽ അവക്ഷിപ്തത്തിന്റെ ഗാഢത കുറവാണ്.
ആരോഹണാംഗം, അതായത് അസെൻഡിങ് നെബുല, അതും കറക്റ്റ് അല്ലേ? ശേഖരനാളിയിലൂടെ മൂത്രം ഒഴുകുമ്പോൾ റീനൽ മഡുല ജലം വലിച്ചെടുക്കുന്നു, കറക്റ്റ് അല്ലേ? അവിടെ ശേഖരനാളിയിലൂടെ മൂത്രം പോകുമ്പോൾ എന്താണ് അവിടെ ജലം പുറത്തേക്ക് വരുന്നുണ്ട്, അതും കറക്റ്റാണ്. റീനൽ കോർട്ടക്സിൽ നിന്നും റീനൽ മഡുലയിലേക്ക് വരുമ്പോൾ പ്രതിവ്യാപനം ഇങ്ങനെ 300 മില്ലി ഓസ്മോളിൽ നിന്നും 1200 പോകുന്നില്ലേ? എല്ലാ പ്രസ്താവനകളും കറക്റ്റ് ആണ്. അപ്പോൾ 1, 2, 3 and 4 Then മറ്റൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് സോഡിയം ക്ലോറൈഡിനെ ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത്? തെറ്റിപ്പോരുത്, ആലോചിച്ച് പറയുക. ഇൻഡസ്ട്രീഷ്യത്തിൽ സോഡിയം ക്ലോറൈഡ് ഉത്പാദിപ്പിക്കാൻ വൃക്കയിലെ വിരുദ്ധ പ്രവാഹ സംവിധാനവുമായി ബന്ധപ്പെട്ട് കാണുന്നത് ഏതാണ്? അതാണ് ഹെൻലി വലയും ഗ്ലോമറുലസും, PCTയും DCTയും, ഹെൻലി വലയും വാസാറക്ടയും ശേഖരനാളിയും. ഏതാണ്? ഹെൻലി വലയും വാസാറക്ടയും അല്ലേ? ഓക്കെ, ബാക്കിയുള്ളത് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം. താങ്ക് യു.